കണ്ണു തുറന്നപ്പോൾ കണ്ടത് ദുരന്ത കാഴ്ച. വയനാടിൻ്റെ കണ്ണു നിറച്ച വേദന എന്നൊരു ദുരന്ത കാഴ്ച. പെയ്യുന്നത് മഴയല്ല, വയനാടിൻ്റെ കണ്ണുനീർ തുള്ളികളാണ്. നാട് കണ്ണീർ വാർത്തത്, അത് നിലയ്ക്കാതെ ഒഴുകിയത് ഇരുവരും കോറിയിട്ടു. എഴുതിയ വരികൾ കവിതകളായതും അത് പിന്നീട് പുസ്തകമായതും ആദ്യ പുസ്തകവുമായി തിരുവനന്തപുരത്തെ മന്ത്രിമന്ദിരത്തിലേക്ക് എത്തിയതും ഇവർക്കിപ്പോഴും അത്ഭുതമാണ്. അവള് വേറെ കവിതകൾ, ഞാൻ വേറെ കവിതകൾ, അങ്ങനെ വ്യത്യസ്തമായി എഴുതിയതാ. പെട്ടെന്ന് ഒക്കെ സംഭവിച്ചതാണ്. ഒരുപാട് സന്തോഷം. വയനാട് പുൽപ്പള്ളി ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ വൈഗയും വൈഖരിയും മന്ത്രിയപ്പൂപ്പനെ കാണുന്നതിന്റെ ആകാംക്ഷയിലാണ്. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വരുന്നത്. ഒരു മന്ത്രി വീട്ടിൽ വന്ന ആദ്യമായിട്ടാണ്. ഒരു മന്ത്രി അടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ്. 5ാം ക്ലാസ് മുതൽ സഹോദരിമാർ കുറിച്ച വരികളാണ് നവേന്ദു കിരണങ്ങളായി വായനക്കാർക്ക് മുൻപിലെത്തുന്നത്. ഇതേ സ്കൂളിൽ ജീവനക്കാരിയായിരുന്ന അച്ചമ്മയ്ക്കാണ് എഴുത്തുകാരികൾ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. താളുകൾ മുന്നോട്ട് നീക്കിയാൽ കണ്ണീരുണങ്ങിയ നാടിന്റെ മാറ്റം കാണാം. അങ്ങനെ അത് മാറി മാറി വന്നു. ആ കണ്ണീർ ഉണങ്ങിയ മണ്ണിൽ ഞാൻ കടലാസ് തോണി ഉണ്ടാക്കി. അത് ഒഴുകി ഒഴുകി പോയി. എന്തായാലും അത് തന്നെയാണ് ആ കണ്ണീരുകളെയൊക്കെ ചാല് വെട്ടി സന്തോഷമാക്കി മാറ്റി ഇപ്പോൾ ഒരു എഴുത്തുകാരായി മാറിയിരിക്കുകയാണ്. ഇനിയും നാടിൻ്റെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ അവർ മുന്നോട്ട് എഴുതും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ കുട്ടികളുള്ളത്. നെല്ലിമരുവിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വയനാടിൻ്റെ നോവ് അത് വയനാടിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ഒന്നാകെയുള്ള നോവാണ്. ആ നോവ് അങ്ങനെ കവിതയായി, കവിതാ സമാഹാരമായി ഇപ്പോഴതൊരു പുസ്തകമായി പുറത്തിറക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനമാണ്. മിക്ക കുട്ടികളെയും നമ്മൾ ഇങ്ങനെ കവിതയിലായിക്കോട്ടെ, കഥയിലായിക്കോട്ടെ, അത്ര ഗംഭീരമായി എഴുതുന്ന കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഇനി കായികപരമായി എന്തെങ്കിലും കഴിവുള്ള കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ്. അത്തരത്തിൽ എല്ലാവർക്കും പ്രോത്സാഹനം നൽകുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഇടപെടൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കണം ഒരു മന്ത്രി. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വകുപ്പ് അല്ലെങ്കിൽ ആ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് ഗഹനമായി നോക്കിയാൽ ഇതുപോലുള്ള നിരവധി സ്റ്റോറികൾ കിട്ടും. കാരണം കുറേയധികം യുവ എഴുത്തുകാരികളെയൊക്കെ നമ്മൾ നമ്മുടെ തത്സമയത്തിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുഞ്ഞെഴുത്തുകൾ 1ാം ക്ലാസ്സുകാരാണ് അങ്ങനെ ഒരു എഴുത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് അത്ഭുതമായി വന്നത്. ഇപ്പോൾ 2 കുട്ടികൾ വരികയാണ്. അവർ ആദ്യമായി തിരുവനന്തപുരം കാണുന്നു, മന്ത്രിമന്ദിരം കാണുന്നു. മന്ത്രി ചോദിക്കുന്നുണ്ട്, ഇത്രയും അടുത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ വി ശിവൻകുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനത്തെ പരിപാടിയിലേക്ക് പോകുമ്പോൾ ഞാൻ മന്ത്രിയെ നന്നായി നിരീക്ഷിക്കും. കാരണം രസകരമായ തമാശകൾ, അംഗചലനങ്ങൾ, ആ ഒരു കണ്ടിരിക്കാൻ തന്നെ രസമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കഥയോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സ്നേഹം പങ്കുവെക്കിൽ നിന്ന് തന്നെ നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കാൻ കഴിയും എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ 2 കുട്ടികൾ വയനാട്ടിൽ നിന്ന് വരുന്നു. വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ആ നാടിൻ്റെ കാഴ്ചയാണ് ആ പുസ്തകം നിറയെ. അതിൽ അവർ കണ്ട പൂക്കളുണ്ട്, കണ്ണീരുണ്ട്. ആ നാട് പിന്നീട് കണ്ണീരിൽ നിന്ന് മാറിയ കണ്ണീരിനെ ചാല് വെട്ടി ആ കണ്ണീര് ഒഴുകി മാറിയ ആ നാടുണ്ട്. അങ്ങനെ ഒരു ദുരന്തം കടന്നു വന്ന ഒരു നാട്ടിൽ നിന്ന് 2 എഴുത്തുകാർ വരുന്നു. ആ എഴുത്ത് അവരുടെ ഇപ്പോഴത്തെ നാടിനെ പോലെ എന്താ പറയുക, ഇനിയും മുന്നോട്ട് ഏറെ പോകാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള സർഗാത്മകതയാണ്, എഴുത്താണ്. അതെല്ലാം ഇപ്പോൾ മന്ത്രി തന്നെയാണ് പ്രകാശനം ചെയ്യുന്നുള്ളതാണ്. ഈ കാലഘട്ടം അത് മനോഹരമായ കാലഘട്ടമാണ്. എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുത്തുകാരാകാൻ കഴിയുന്നു, ഒരു പുസ്തകത്തിന് ഉടമയാകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം മന്ത്രിയെ കൊണ്ട് അത് പ്രകാശനം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് പൊതുവിദ്യാഭ്യാസത്തിന് കീഴിലുള്ള വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടുന്നു. ഒപ്പം തന്നെ ഇതുപോലെ സ്വന്തം ജീവിത കഥകൾ എഴുതാൻ കഴിയുന്ന തരത്തിലേക്കൊക്കെ കുട്ടികൾ ഉയർന്നു വരുന്നു എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. ഇനിയും എഴുത്തിന്റെ ലോകത്ത് തുടരാൻ ആഗ്രഹിക്കുന്ന മക്കൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇനിയും എഴുതാൻ കഴിയട്ടെ, ഇനിയും മുന്നേറാൻ കഴിയട്ടെ. വിദ്യാഭ്യാസ മന്ത്രി അവർക്ക് നൽകുന്ന പിന്തുണ എന്തായാലും വളരെ വലുതാണ്.